തള്ളവിരൽ കൂടി നമുക്കുണ്ടായാലോ? ദ്രോണാചാര്യർ ഏകലവ്യനോട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ വലത് കൈയിലെ തള്ളവിരലായിരുന്നു. ഏകലവ്യന് അറിയാമായിരുന്നു വലത് കൈയിലെ തള്ളവിരൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അമ്പെയ്യാൻ കഴിയില്ലെന്ന്. എന്നാൽ ഗുരു ചോദിച്ചത് പ്രകാരം രണ്ടാമതൊന്നും ആലോചിക്കാതെ ഏകലവ്യൻ തന്റെ വലത് കൈയിലെ തള്ളവിരൽ മുറിച്ചു കൊടുത്തു. ഏത് ജോലിയും കൈകൾ ഉപയോഗിച്ച് ചെയ്യണമെങ്കിലും തള്ളവിരൽ അത്യാവശ്യമാണ്. നമ്മുടെ ഇരു കൈകൾക്കും ഓരോ തള്ളവിരൽ വീതമാണുള്ളത്. 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പരിണാമം മുഖേനയാണ് മനുഷ്യന് ഈ കഴിവ് ലഭിച്ചതെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. എന്നാൽ മൂന്നാമതൊരു തള്ളവിരലിന്റെ കണ്ടുപിടുത്തം കൂടി നടത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡാനി ക്ലോഡ് എന്ന ശാസ്ത്രജ്ഞയാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. 7 വർഷത്തെ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ലോകത്തിന് മുന്നിലേക്ക് മൂന്നാം തള്ളവിരൽ പ്രദർശിപ്പിക്കുന്നത്. 3D പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് ഈ വിരൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വലത് കൈയിലെ തള്ളവിരലിന്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ റോബോട്ടിക് വിരലിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. കാലിന്റെ തള്ളവിരലിലാണ് ഇതിന്റെ കൺട്രോൾ നൽകിയിരിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും വലത് കാലിന്റെ തള്ളവിരലും താഴേക്കും മുകളിലേക്കും ഇടത് കാലിന്റെ തള്ളവിരൽ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. 2022 റോയൽ സൊസൈറ്റിയുടെ വാർഷികത്തിൽ 596 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ പരീക്ഷണത്തിൽ 3 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ളവർ ഉണ്ടായിരുന്നു. ഇടത് വലത് കൈ വ്യത്യാസമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഇതിന് ബാധകമല്ല. പരീക്ഷിച്ചവരിൽ 4 പേരിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ല. 13 പേരിൽ പരാജയപ്പെടുകയും ചെയ്തു. ശാസ്ത്രലോകവും പ്രകൃതിയും ഇഴകിച്ചേരുന്ന കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന്റെ നിത്യജീവിതത്തെ കൂടുതൽ സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. ഈ കണ്ടുപിടുത്തം ഒട്ടേറെ മേഖലകളിൽ ഉപയോഗപ്രദമാകുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്.